വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന പാഠഭാഗത്തെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതുവരെയാണ് നിർത്തിയിട്ടുള്ളത്? ഗ്രൂപ്പിംഗ് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് സർക്കുലേഷൻസും സാനിറ്റേഷൻസും ഒക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, എന്താണ് സർക്കുലേഷൻ എന്ന് നോക്കാം. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഏരിയയാണ് സർക്കുലേഷൻ ഏരിയ. എന്താണ്? നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തിരശ്ചീനമായിട്ടും മൂവ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും മൂവ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയയാണ് നമ്മൾ സർക്കുലേഷൻ ഏരിയ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ് ലിഫ്റ്റ്, സ്റ്റെയർ കേസ്, അതൊക്കെ. ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ് നമ്മുടെ പാസേജുകൾ, വരാന്തകൾ, അതൊക്കെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന ഭാഗങ്ങളാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സർക്കുലേഷന് എപ്പോഴും സർക്കുലേഷൻ എന്തായിരിക്കണം? അത് വളരെ സ്ട്രൈറ്റ് ആയിരിക്കണം, നേരെയായിരിക്കണം അല്ലേ? അങ്ങനെ വളവും തിരിവും ഒന്നും ഉണ്ടാവരുത്. സർക്കുലേഷൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം, വളരെ ഷോർട്ടായിരിക്കണം. പിന്നെ രാത്രി ആയാലും പകലായാലും നല്ല ലൈറ്റനായിരിക്കണം. അവിടെ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം, നല്ല വെന്റിലേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ, തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും സർക്കുലേഷൻ്റെ ഏരിയയിൽ തടസ്സങ്ങൾ ഉണ്ടാവരുത്. ഓക്കെ, ഇനി നമുക്ക് സർക്കുലേഷൻ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: ഹൊറിസോണ്ടൽ സർക്കുലേഷനും വെർട്ടിക്കൽ സർക്കുലേഷനും. എന്താണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ എന്ന് നോക്കാം. ഇപ്പം സർക്കുലേഷൻ വിത്തിൻ ദ സെയിം ഫ്ലോർ അല്ലേ? ഹൊറിസോണ്ടൽ സർക്കുലേഷൻ എന്താ പറയണേ? സർക്കുലേഷൻ വിത്തിൻ ദ സെയിം ഫ്ലോർ, ഒരേ നിലയിൽ തന്നെ ഉള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെയാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാസേജുകൾ, വരാന്തകളൊക്കെ. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ സർക്കുലേഷൻ സാധാരണ 10 മുതൽ 15% ഓഫ് പ്ലിന്ത് ഏരിയ അതായിരിക്കണം. നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കുലേഷന് വേണ്ട ഏരിയ എത്രയായിരിക്കണം? പ്ലിന്ത് ഏരിയയുടെ, പ്ലിന്ത് ഏരിയ പറഞ്ഞാൽ എന്താ? നമ്മളെ പ്ലിന്തിൻ്റെ ഏരിയ അല്ലേ? ഒരു വീടൊക്കെ ആണെങ്കിൽ അതിന് പ്ലിന്ത് ഉണ്ടാവും. ആ പ്ലിന്ത് ലെവലിലെ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അപ്പം പ്ലിന്ത് ഏരിയയിൽ വോളൊക്കെ ഉണ്ടാവും കേട്ടോ. ഭിത്തി ഉൾപ്പെടുന്ന ഏരിയ ആണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലിന്ത് ഏരിയയുടെ 10 മുതൽ 15% വരെ ആയിരിക്കണം നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഉണ്ടാവുക. സാധാരണ അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ ടെസ്റ്റിൽ അത് 20 മുതൽ 25% വരെയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് നോക്കാം. പിന്നെ നമുക്ക് വെർട്ടിക്കൽ സർക്കുലേഷനാണ് പറയാനുള്ളത്. വെർട്ടിക്കൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഫ്ലോർ, പല നിലകളിലൂടെയുള്ള മൂവ്മെൻറ്റാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നില, ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് പോകണം അല്ലേ? അത് വെർട്ടിക്കൽ സർക്കുലേഷനാണ്. നമ്മളത് സ്റ്റെയർ വഴിയോ അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയോ ഒക്കെ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, അതാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ. പ്ലിന്ത് ഏരിയയുടെ 4 മുതൽ 5% വരെയാണ് നമ്മൾ വെർട്ടിക്കൽ സർക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ. ഓക്കെ, ഇനി നമുക്ക് സാനിറ്റേഷനാണ് പറയാനുള്ളത്. എന്താണ് സാനിറ്റേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ആൻഡ് ദ അൺകീപ്പ് ഓഫ് വേരിയസ് കോമ്പണൻറ്റ് ഓഫ് ഹൗസ് ടു കീപ് ഇൻമേറ്റ് cheerful ആൻഡ് ഫ്രീ ഫ്രം ഡിസീസസ്. എന്താ പറയുന്നത്? നമ്മൾ ബിൽഡിങ്ങിൽ പല കോമ്പണൻസ് ഉണ്ടാവും അല്ലേ? ആ കോമ്പണൻസ് അവിടെ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് വളരെ സന്തോഷമാവുന്ന രീതിയിൽ, അവർക്കൊരു എനർജി തരുന്ന രീതിയിൽ ആ കോമ്പണൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിഥികളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൂടുതൽ കംഫേർട്ട് നൽകുന്ന രീതിയിൽ ഈ ബിൽഡിങ്ങിലെ കോമ്പണൻസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാനിറ്റേഷൻ, എന്തൊക്കെ ഫാക്ടറാണ് സാനിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് നോക്കാം. അതിലാദ്യത്തെയാണ് ലൈറ്റനിങ്, രണ്ടാമത്തേത് വെന്റിലേഷനാണ്,
മൂന്നാമത്തേത് ക്ലീനിനെസ് ആണ്. അങ്ങനെ 3 ഫാക്ടറാണ് നമ്മുടെ സാനിറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ലൈറ്റനിങ് ആണ് അല്ലേ. അപ്പം ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലൈറ്റനിങ് ഉണ്ട്. എന്തൊക്കെയാണത്? നാച്ചുറൽ ലൈറ്റ് ഉണ്ട് അല്ലേ. നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ലൈറ്റ് അത് എവിടെ നിന്നാണ് വരുന്നത്? സണ്ണാണ് അതിൻ്റെ സോഴ്സ് അല്ലേ. സണ്ണിൽ നിന്നാണ് നമുക്ക് ഈ അതായത് സൂര്യനിൽ നിന്നാണ് നമുക്ക് നാച്ചുറലായിട്ട് ഉള്ള ലൈറ്റനിങ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ, അതായത് കൃത്രിമമായിട്ട് നമുക്ക് എവിടെ നിന്നാണ് ലൈറ്റ് കിട്ടുന്നത്? നമ്മളെ വീടുകളിൽ ലാമ്പുകൾ ഉണ്ടാവും അല്ലേ, എന്താണ് ബൾബുകൾ അല്ലേ. അത് ഫ്ലൂറസെൻ്റ് ബൾബായിരിക്കാം, ഫിലമെൻറ്റസ് ബൾബായിരിക്കാം, അങ്ങനെയുള്ള ഏത് ബൾബും അല്ലേ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫ്ലൂറസെൻ്റ് ലൈറ്റിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പവറിൽ നല്ല ഇലൂമിനേഷൻ പവറാണ് ഈ ബൾബുകൾക്കൊക്കെ ഉണ്ടാവുക. ഓക്കെ, പവർ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ, വർക്കിന് ടൈം കൊണ്ട് വർക്ക് പെർ ടൈമാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റൊക്കെ അറിയാലോ. പിന്നെ അതേപോലെ തന്നെ ഈ പവർ കുറഞ്ഞ പവറിൽ തന്നെ മാക്സിമം ഇലൂമിനേഷൻ തരുന്ന ബൾബുകളാണ് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ബൾബുകളുടെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇലൂമിനേഷൻ അഥവാ ലൈറ്റ് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ആവശ്യമാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു വീടിനുള്ളിൽ പല പല ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അതിനൊക്കെ നല്ല ഇലൂമിനേഷൻ അല്ലെങ്കിൽ നല്ല ലൈറ്റ് ആവശ്യമാണ്. ഓക്കെ, അത് നമുക്ക് വളരെ കംഫർട്ട് നൽകും, അതേപോലെ സേഫ്റ്റി നൽകും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ടാകുമ്പോൾ, നല്ല കാഴ്ച ഉണ്ടായിരിക്കുമ്പം നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ആക്സിഡൻസ് ഒക്കെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നന്നായിട്ട് റീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, വായിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ റെഡ്യൂസ് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം അല്ലേ. ക്ഷീണമൊക്കെ കുറയ്ക്കും അല്ലേ. നന്നായിട്ട് വിസിബിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫാറ്റിക്കൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ആ വീട്ടിൽ തുടരാൻ പറ്റും. ഇതാണ് ലൈറ്റനിങ്. അപ്പോൾ ഈ ലൈറ്റനിങ് എന്ത് ചെയ്യുന്നു? സാനിറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്തത് ഡേ ലൈറ്റനിങ് ആണ്. അപ്പോൾ ഡേയിൽ ലൈറ്റനിങ്, അതായത് നമുക്ക് സണ്ണാണ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം സണ്ണിൻ്റെ ലൈറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സണ്ണ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി അല്ലേ. അപ്പോൾ സണ്ണ് വളരെ പ്ലസൻ്റാണ്, അത് വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിക്കറ്റ്സ് എന്നൊരു രോഗത്തിന് വളരെ നല്ലൊരു ടോണിക്കാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ സണ്ണിൽ നിന്ന് വരുന്ന റേസിന് നമുക്ക് പാത്തോജനിക് ബാക്ടീരിയ പറഞ്ഞാൽ എന്താ? ഡിസീസസ് പരത്തുന്ന ബാക്ടീരിയാസൊക്കെ അല്ലേ, അതിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ട്യൂബർക്ലോസിസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ ഈ സൺലൈറ്റിന്. ഓക്കെ, അപ്പോൾ ഡേ ലൈറ്റ്, അപ്പോൾ ലൈറ്റിനെയും പറഞ്ഞപ്പോൾ ഡേ ലൈറ്റും കൂടെ അതിൽ കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വെന്റിലേഷൻ പറയാം. വെന്റിലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, വെന്റിലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് ക്ലൈമറ്റ് ആണ്. ഓക്കെ, അപ്പം ക്ലൈമറ്റും വെന്റിലേഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തണുപ്പ് കാലങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡോഴ്സും വിൻഡോസൊക്കെ, വാതിലും ജനവാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ടും അടച്ചാണ് ഇരിക്കുക അല്ലേ. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കംഫർട്ടബിളായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അതായത് തണുപ്പ് കാലങ്ങളിലൊക്കെ ഡോറും വിൻഡോസൊക്കെ അടഞ്ഞിരിക്കണം. ഇനിയിപ്പം നല്ല ചൂടുകാലമാണെന്ന് വിചാരിക്കാം. ചൂടുകാലത്തിന് പ്രത്യേകം എന്താ? അത് പകൽ സമയമാണെങ്കിൽ അല്ലേ, അപ്പം നല്ല ചൂടായിരിക്കും, സൂര്യന് നല്ല പ്രകാശം ഉണ്ടായിരിക്കും. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും പുറത്ത് അന്തരീക്ഷത്തിലെ താപനില. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഡോറുകളും വിൻഡോസൊക്കെ അടച്ചിടും അല്ലേ. പക്ഷേ ഇനിയിപ്പം ഈ ഹോട്ടായിട്ടുള്ള ടൈം തന്നെ, അതായത് ചൂടുകാലം തന്നെയാണ്, പക്ഷേ രാത്രി കാലങ്ങളിൽ എന്തുണ്ടാവും? പുറത്തെ അന്തരീക്ഷത്തിലെ താപനില നമ്മുടെ ശരീരത്തെ താപനിലത്തേക്കാളും കുറവായിരിക്കും. അപ്പോഴൊക്കെയാണ് നമ്മൾ ഡോറും വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. അതായത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് വെന്റിലേഷനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത് കേട്ടോ.
ഓക്കെ. ഇനി അടുത്തതാണ് ക്ലൈമറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പർപ്പസ് ഓഫ് റൂമിൻ്റെ പർപ്പസ് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെൻറ്റിലേഷന് അത് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ട്. റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഹൗസാണ് റെസിഡൻഷ്യൽ ഹൗസ്. അപ്പം അവിടെയൊക്കെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടേണ്ടത് എവിടെയാണ്? കിച്ചൺ ഏരിയയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടേണ്ടത് അല്ലേ. കാരണം അവിടെയാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഹീറ്റ് ഉണ്ടായിരിക്കും, താപം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അവിടെ കൂടുതലായിട്ട് വെൻറ്റിലേഷൻ ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമുകളും ഡ്രോയിങ്ങും ഒക്കെ ഇതിനെ സംബന്ധിച്ച് കുറവ് വെൻറ്റിലേഷൻ മതി. പക്ഷേ ഇനിയിപ്പോൾ ഒരു പബ്ലിക് ബിൽഡിംഗ് നോക്കാം. പബ്ലിക് ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അവിടെ കുറേ ആളുകൾ വന്ന് പോകുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ വെൻറ്റിലേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിൽ നല്ല അവിടുത്തെ കിച്ചൺസിലൊക്കെ അടുക്കളയിലൊക്കെ നല്ല വെൻറ്റിലേഷൻ ലഭ്യമാകേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ആലോചിക്കുക. പർപ്പസ് ഓഫ് റൂം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെൻറ്റിലേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് ഒക്യുപ്പൻസ് ആൻഡ് നാച്ചർ ഓഫ് ഒക്യുപ്പൻസി. ഓക്കെ, അത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ കുറേ ഒക്യുപ്പൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ കൂടുതൽ വെൻറ്റിലേഷൻ ആവശ്യമായിട്ടുണ്ട്. അതാണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഒക്യുപ്പൻസ് ഉണ്ട്, അവിടെ എങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്നു, അതെങ്ങനെ നിൽക്കുന്നു എന്നതിനും വെൻറ്റിലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ തിയേറ്ററാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റിലേഷൻ 8.5 ഇത് ആളുകൾക്കനുസരിച്ച് മാറും കേട്ടോ. 8.5 അവിടെ വെൻറ്റിലേഷൻ എയർ. അത് m3/h/പേഴ്സണിലാണ് ആ യൂണിറ്റ് തന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഓഫീസിൽ 17 വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് 25, ബാറുകളിൽ 35, ജിംനേഷ്യം. ഓക്കെ, ജിംനേഷ്യത്തിനൊക്കെ പ്രത്യേകം എന്താ? അവിടെയൊക്കെ ആളുകൾ കൂടുതൽ ബോഡി സ്ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ ഹീറ്റ് ഉണ്ടാവും, നന്നായിട്ട് വിയർക്കും. അപ്പോൾ അവിടെ കൂടുതൽ വെൻറ്റിലേഷൻ ആവശ്യമുണ്ട്. 85 ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് വെൻറ്റിലേഷൻ പഠിക്കാം. നാച്ചുറൽ വെൻറ്റിലേഷനും മെക്കാനിക്കൽ വെൻറ്റിലേഷനും ഉണ്ട്. അപ്പം നാച്ചുറൽ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വായു സഞ്ചാരം നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാറുള്ളത്? നമ്മൾ റൂമുകളിലെ ജനവാതിലുകളൊക്കെ തുറന്നിടും അല്ലേ. പിന്നെ അതേപോലെ തന്നെ വെൻറ്റിലേറ്റേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ബാത്റൂമുകളൊക്കെ ആണെങ്കിൽ അതിൽ വാതിൽ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ വാതിലുകളൊക്കെ നിർമ്മിക്കാറുള്ളത്. ഒരു ചെരിവോട് കൂടിയാണ് അത് അടുക്കി വയ്ക്കാറുള്ളത് ആ വാതിലിൻ്റെ. അതിനെയാണ് ലോവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാളുകളിൽ, നമ്മുടെ ഭിത്തികളിൽ നമ്മൾ ജനവാതിൽ കൊടുക്കാറുണ്ട്, വെൻറ്റിലേറ്റേഴ്സ് കൊടുക്കാറുണ്ട്, ലോവേഴ്സ് കൊടുക്കാറുണ്ട്. അതുവഴി നമുക്ക് നല്ല വെൻറ്റിലേഷൻ കിട്ടും. ഇനിയിപ്പം ഇപ്പോൾ അധികവശം നല്ല വെൻറ്റിലേഷൻ കിട്ടാണ്. ഇപ്പം ഒരു റൂമാകുമ്പോൾ 2 വാൾ ഉണ്ടാവും അല്ലേ. ആ 2 സൈഡുകളിലും എന്ത് ചെയ്യണം? വിൻഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെൻറ്റിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, മിനിമം 2 വിൻഡോസ് എങ്കിലും കൊടുക്കണം ജനവാതിൽ കേട്ടോ. ഇനി വിഡ്ത്ത് ഓഫ് വിൻഡോ. അപ്പോൾ വിഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ഭാഗമാണ്. അതായത് നമ്മുടെ ഫ്ലോർ ഏരിയയുടെ മിനിമം, നമ്മുടെ വിൻഡോസിൻ്റെ ജനവാതിലുകളുടെ ഏരിയ എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയയുടെ 10% ആയിരിക്കണം മിനിമം. എന്താ ഫ്ലോർ ഏരിയ? നമ്മൾ പ്ലിന്ത് ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞു പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തറയുടെ ലെവലിലുള്ള ഏരിയയാണ് പ്ലിന്ത് ഏരിയ. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ നിന്നും ഈ വാളിലെ ഭിത്തിയൊക്കെ നിലനിൽക്കുന്ന ഏരിയ, ഭിത്തിയുടെ ഏരിയ മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോർ ഏരിയയുടെ 10% ജനവാതിലിൻ്റെ വീതി ആവശ്യമാണ്. ഇനിയിപ്പോൾ സാധാരണ നൽകി വരാറുള്ളത് 15 മുതൽ 20% ആണ് കേട്ടോ. 15 മുതൽ 20% വേണം, അത്രയും കൊടുക്കാറുണ്ട്. ഡിസറബിൾ ആണ്. മാക്സിമം 25% വരെ നമുക്ക് വിടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ 25%-ലും കൂടുതൽ, ഫ്ലോർ ഏരിയയുടെ 25%-ലും കൂടുതൽ വീതി ഇപ്പം ജനവാതിലിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് മാക്സിമം 25% എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി പിന്നെ അതേപോലെ സിൽ ലെവൽ, മിനിമം സിൽ ലെവൽ 0.9 മീറ്റർ ഈസ് പ്രിഫേർഡ് ഫോർ പ്രൈവസി ആസ് വെൽ ആസ് എഫക്റ്റീവ് വെന്റിലേഷൻ. നന്നായിട്ട് വെന്റിലേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ സിൽ ലെവൽ, ജനവാതിലുകളുടെ സിൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ജനവാതിലുകളുടെ അടിഭാഗം അല്ലേ, അതാണ് സിൽ ലെവൽ. ഇതാണ് ജനവാതിലെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം അതാണ് സിൽ ലെവൽ. ആ സിൽ ലെവൽ 0.9 മീറ്റർ എങ്കിലും വേണം, അതാണ് ഈ പറയുന്നത്. ഓക്കെ. ഇനി നമ്പർ ഓഫ് വിൻഡോ, അത് നേരത്തെ പറഞ്ഞു, ഒരു റൂമൊക്കെ ആണെങ്കിൽ 2 ഭിത്തി ഉണ്ടാവും, ആ 2 ഭിത്തിയിലും ജനവാതിൽ നൽകുന്നതാണ് ബെറ്റർ അല്ലേ. ഇനി ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഇൻ നാച്ചുറൽ വെന്റിലേഷൻ. ഇപ്പം നാച്ചുറൽ വെന്റിലേഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ കാറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ, ഇതിപ്പോൾ ഒരു ജനവാതിലാണ് വിചാരിച്ചോ, നിങ്ങൾക്ക് എപ്പോഴും അറിയാം കാറ്റ് എവിടെ നിന്നും എവിടേക്കാണ് വീശുക, ഹൈ പ്രഷറുള്ള ഭാഗത്തു നിന്ന് ലോ പ്രഷർ, അതായത് കൂടുതൽ പ്രഷറുള്ള ഭാഗത്ത് നിന്നും കുറഞ്ഞ മർദ്ദം, പ്രഷറിന് മർദ്ദം എന്നാണ് കേട്ടോ പറയാം, കൂടുതൽ മർദ്ദമുള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ മർദ്ദമുള്ള ഭാഗത്തേക്കാണ് കാറ്റ് എപ്പോഴും വീശുക അല്ലേ. അപ്പോൾ കാറ്റ് വീശുമ്പം ഈ വിൻഡിനോട്, ഇപ്പോൾ വിൻഡ് പോകുന്ന ഈ ഡയറക്ഷനില്ലേ, ഈ വിൻഡ് ഇപ്പോൾ ജനവാതിലിൻ്റെ ഈ ഒരു ഭാഗമാണ് വിൻഡ് വേർഡ് ഫേസ്, അതായത് എന്താണ്, കാറ്റാണ് ഇങ്ങനെ വീശുന്നതെങ്കിൽ അത് ആദ്യം വന്ന് പതിക്കുന്ന ഭാഗമാണ് വിൻഡ് വേർഡ് ഫേസ് എന്ന് പറയുന്നത്. ആ വിൻഡ് വേർഡ് ഫേസിൽ പോസിറ്റീവായിട്ടുള്ള പ്രഷറാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ കാറ്റ് പോകുന്ന ഭാഗമല്ലേ, അതാണ് ലീവേർഡ് ഫേസ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ, അതായത് സക്ഷനാണ് ഉണ്ടാവുക, അത്രയും ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത്, അതായത് വിൻഡ് വേർഡ് സൈഡിൽ ചെറിയ ഏരിയ ആണ് കൊടുക്കാറുള്ളത്, ഈ ഭാഗത്ത് ചെറിയ ഏരിയ ആണ് കൊടുക്കാറുള്ളത്, ഇവിടെ വലിയ ഏരിയ ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഇത് സ്റ്റോക്ക് എഫക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഓഫ് റൂം ഇസ് മോർ ഡിഫറൻറ്റ് ഇസ് മോർ ഇൻ വെന്റിലേഷൻ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിന് പുറത്തെ അകത്തുള്ള താപനില പുറത്തുള്ള താപനിലയേക്കാളും വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, മോർ വെന്റിലേഷന് കാരണമാകും. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് എഫക്റ്റിൽ പറയുന്നത്. ഓക്കെ. ഇത്രയും അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, കാര്യമായിട്ട് അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷനാണ് പറയാനുള്ളത്. നാച്ചുറൽ വെന്റിലേഷൻ നമ്മൾ പറഞ്ഞാൽ എന്താ, പ്രകൃതിദത്തമായി വെന്റിലേഷൻ നൽകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ അതെന്തെന്ന് പറഞ്ഞാൽ അത് 2 മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ മെക്കാനിക്കലായിട്ട്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് വെന്റിലേഷൻ നൽകുകയാണെങ്കിൽ അത് മെക്കാനിക്കൽ വെന്റിലേഷനാണ്. അത് എസോസ് സിസ്റ്റം ആണ് ആദ്യത്തേത്, രണ്ടാമത്തേത് പിയോണിയൻ സിസ്റ്റം. ഓക്കെ. എസോസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ ചൂടുള്ള വായു ഉണ്ടാവില്ലേ, വാം ആയിട്ടുള്ള വായു, അതിനെ സക്ക് ചെയ്യുക പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതിനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഫാൻ, ഒരു പ്രൊപ്പലർ ഫാൻ ഉണ്ടാവും, അത് എന്ത് ചെയ്യും, ഈ ചൂടുള്ള വായുവിനെ എന്ത് ചെയ്യും, ഫ്രഷ് എയർ ആക്കിയിട്ട് മാറ്റും, എന്നിട്ട് റൂമിലേക്ക് അത് നൽകും. അതാണ് എസോസ് സിസ്റ്റം ചെയ്യുന്നത്. ഇത് സാധാരണ കിച്ചണിൽ, ടോയ്ലറ്റുകളിൽ, ലബോറട്ടറികളിൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്, കാരണം അവിടെയൊക്കെയാണ് ചൂടുള്ള വായു അധികമായിട്ടുള്ളത്. അപ്പം എസോസ് സിസ്റ്റം എന്ത് ചെയ്യും, ആ വായുവിനെടുക്കും, ചൂടുള്ള വായുവിനെ എടുത്തിട്ട് അത് ഒരു പ്രൊപ്പലർ ടൈപ്പ് ഫാൻ ഉണ്ടാവും, ആ ഫാൻ എന്ത് ചെയ്യും, അതിനെ ഫ്രഷ് എയർ ആക്കി മാറ്റി റൂമിലേക്ക് തന്നെ കടത്തിവിടും. ഇനി പിയോണിയൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. പിയോണിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻജെക്ഷൻ ഓഫ് പ്യുവർ എയർ ഇൻ ടു ദ റൂം ത്രൂ ഡക്ട്സ് ഫോഴ്സിങ് ദ വിറ്റുവേറ്റഡ് എയർ ടു ലീവ് ത്രൂ വെന്റിലേറ്റർ ഓർ അതർ ഓപ്പണിംഗ്. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറിനെ ഒരു ഡക്റ്റിലൂടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ് പിയോണിയൻ സിസ്റ്റം അഥവാ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചില ഓപ്പണിങ്ങിലൂടെ നല്ല എയറിനെ റൂമിലേക്ക് കടത്തിവിടാം, അതാണ് പിയോണിയൻ സിസ്റ്റം. അപ്പോൾ വെന്റിലേഷൻ പറഞ്ഞു, വെന്റിലേഷൻ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ വെന്റിലേഷനും മെക്കാനിക്കൽ വെന്റിലേഷനും, അത് ഓർത്ത് വയ്ക്കാം. ഇനി ഇതിൽ എന്താണ്, ക്ലീൻനെസ് ആണ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ക്ലീൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എപ്പോഴും നമ്മൾ ബിൽഡിങ്ങും ഒക്കെ എന്തായിരിക്കണം, വളരെ ക്ലീൻ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഡസ്റ്റൊക്കെ ഉണ്ട്, പൊടിയൊക്കെ അധികം ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഡിസീസുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം അല്ലേ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഈ ബിൽഡിങ്ങിൻ്റെ തറ അതെപ്പോഴും എന്തായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, സ്മൂത്ത് ആയിരിക്കണം, ഇംപേർവിയസ് ആയിരിക്കണം. ഇംപേർവിയസ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തെ ഒന്നും കടത്തിവിടാത്തതായിരിക്കണം. ഓക്കെ, നോൺ അബ്സോർബിങ് ആയിരിക്കണം. അതായത് ഇപ്പോൾ തറയിൽ ഇപ്പോൾ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിനൊന്ന് അബ്സോർബ് ചെയ്തെടുക്കരുത്, ആഗിരണം ചെയ്യരുത് ആ തറ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കണം ഫ്ലോറ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്ലോർ തറയ്ക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ കേട്ടോ. അപ്പം ഓക്കെ, ഇനി അടുത്തത് ഇത് ഡസ്റ്റിൻ്റെ കാര്യമാണ്, നമ്മൾ പൊടിയുടെ കാര്യം അപ്പോൾ പറഞ്ഞിട്ടില്ല. ഇനി ഡാംപ്നെസ്. എന്താണ് ഡാംപ്നെസ്? ഡാംപ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം അല്ലേ. നമ്മുടെ ബിൽഡിങ്ങിനുള്ളിലേക്കൊക്കെ ഈർപ്പം കടന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഡാംപ്നെസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ ഡാംപ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലിന്ത് ലെവലിൽ ഡാം പ്രൂഫ് കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഡാം പ്രൂഫ് കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പം കടന്നു വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് നൽകി വരാറുള്ളത്. അത് ബിറ്റുമിന്, മാസ്റ്റിക് അഷ്പാൾട്ട് അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ഡാം പ്രൂഫ് കോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അപ്പം ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാനിറ്ററി കൺവീനിയൻസ് ഉണ്ടാവില്ലേ, അതായത് നമ്മളെ ബാത്റൂമുകൾ, വാട്ടർ ക്ലോസറ്റ് അതൊക്കെ എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ് ഈ ക്ലീൻനെസ്സിൽ പറയുന്നത്. അതായത് അവിടുത്തെ വേസ്റ്റ് വാട്ടറുകളൊക്കെ പെട്ടെന്ന് ഡ്രെയിൻ ഓഫ് ചെയ്യണം. അതായത് പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകണം അവിടെയുള്ള വെള്ളങ്ങളൊക്കെ. ഓക്കെ, സാനിറ്ററി കൺവീനിയൻസ്, ബാത്റൂമോ വാട്ടർ ക്ലോസറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പം വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ അതിൻ്റെ ഫ്ലോറിങ്ങോ, അവിടുത്തെ ഉപയോഗിക്കുന്ന ഫ്ലോറിങ് വളരെ സ്മൂത്ത് ആയിരിക്കണം, ഇംപേർവിയസ് ആയിരിക്കണം, നോൺ അബ്സോർബൻ്റ് ആയിരിക്കണം, നോൺ സ്ലിപ്പറി ആയിരിക്കണം. ഓക്കെ, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള സ്ലോപ്പ് കൊടുക്കണം, ചെരിവ് കൊടുക്കണം. അങ്ങനെ ബാത്റൂമുകൾക്ക് കുറച്ച് ചെരിവ് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് ഡ്രെയിനേജ് സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഇതിൻ്റെ കോർണറുകളൊക്കെ റൗണ്ട് ഓഫ് ആയിരിക്കണം, അപ്പോഴാണ് ക്യുക്കായിട്ടുള്ള ഡ്രെയിനേജ് സംഭവിക്കുകയുള്ളൂ. ഡ്രെയിനേജ് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്നത് അല്ലേ. ഓക്കെ, ഇത്രയാണ് നമ്മൾ. പിന്നെ കിച്ചണിലും വേസ്റ്റ് വാട്ടറൊക്കെ ഒഴുകി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതും കാര്യമായിട്ടുള്ള സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ വാട്ടറൊക്കെ ഡ്രെയിൻ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്താൽ മാത്രമേ നമ്മളൊരു ബിൽഡിങ് എപ്പോഴും നമുക്ക് ക്ലീൻ ആയിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം ബിൽഡിങ് മെയിനായിട്ടും ഡസ്റ്റിൽ നിന്നും ഡാംപ്നെസ്സിൽ നിന്നുമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും